ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി യെശയ്യാവിൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഹല്ലേലൂയ. പ്രിയരെ, ഇതിൽ കവിഞ്ഞ് എന്ത് വാഗ്ദത്തമാണ് നമുക്ക് വേണ്ടത്? മനുഷ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും. വാക്കു തന്നവർ വാക്ക് മാറും. എന്നാൽ സന്താപകാലത്തും സന്തോഷവേളയിലും കൂടെ ഇരിക്കാമെന്ന്, കൈപിടിച്ച് നടത്താമെന്ന്, ഹല്ലേലൂയ, നരയ്ക്കുവോളം ചുമക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം അങ്ങനെ തന്നെ ചെയ്യും. നാം അവിശ്വസ്തരായാലും കർത്താവ് വാക്ക് മാറില്ല. ഏദെൻ തോട്ടത്തിൽ ആദമും ഹവ്വയും അനുസരണക്കേട് കാണിക്കുന്നതുവരെ ദൈവവുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു. എന്നും വെയിലാറുമ്പോൾ ദൈവം അവരുടെ അടുക്കൽ ഇറങ്ങി വന്നിരുന്നു. പൂർവ്വപിതാക്കന്മാരോടും പ്രവാചകന്മാരോടും അപ്പോസ്തലന്മാരോടും ഒക്കെ കൂടെയിരുന്ന് ദൈവം വഴി നടത്തി. ഹല്ലേലൂയ. ദൈവമക്കൾ കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും ദൈവം അവരോടൊപ്പം ഉണ്ടായിരുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചൂളയിൽ ഇട്ടപ്പോഴും യഹോവയായ ദൈവം അവർക്ക് വേണ്ടി അഗ്നിയിൽ ഇറങ്ങി അവരെ തീയുടെ ബലത്തിൽ നിന്ന് രക്ഷിച്ചു. ദാനിയേൽ സിംഹഗുഹയിൽ എറിയപ്പെട്ടപ്പോഴും അവൻ അവിടെ ഒറ്റയ്ക്കായിരുന്നില്ല. ദൈവദൂതന്റെ സംരക്ഷണം അവന് നൽകി. സിംഹത്തിന്റെ വായിൽ നിന്ന് ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്നു. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ നാടുകടത്തപ്പെട്ടപ്പോഴും ജീവനോടെ കൊത്തിത്തിന്നാൻ പറന്നു വന്നിരുന്ന കഴുകനിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം പത്മോസ് ദ്വീപിൽ അവന് വേണ്ടി ഇറങ്ങി സ്വർഗീയ ദർശനം നൽകി. ആത്മാവിൽ അവനെ ശക്തീകരിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ പ്രതിസന്ധികളിൽ നാം ഒറ്റയ്ക്കല്ല. യേശു നമ്മോടൊപ്പമുണ്ട്. നമുക്ക് തനിയെ നടക്കുവാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ ദൈവം തൻ്റെ തോളിൽ നമ്മെ വഹിക്കും. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മെ പരിപാലിക്കും. ഹല്ലേലൂയ. 23 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് പോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കേണ്ടി വന്നാൽ അതിനെ അനുഗ്രഹമാക്കി തീർക്കുക എന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്നാൽ ഏത് പ്രതിസന്ധി വന്നാലും ആരും കൂടെയില്ലെന്ന് തോന്നിയാലും ഭാരപ്പെടേണ്ട. അമ്മയേക്കാൾ അപ്പനേക്കാൾ നമ്മെ പോറ്റിപ്പുലർത്തുന്ന, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് വാക്ക് തന്ന അരുമനാഥൻ നമ്മോട് കൂടെയുണ്ട്. ഓളങ്ങളും തിരമാലകളും എല്ലാം ഹല്ലേലൂയ ശാന്തമാക്കുവാൻ നമ്മുടെ പടകിൽ യേശുനാഥനുണ്ട്. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ആയതിനാൽ നമുക്ക് ധൈര്യത്തോടെ ക്രിസ്തുയേശുവിൻ ഹല്ലേലൂയ മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.